കേരളത്തിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒന്നാമതായിട്ട് തമിഴ്നാട്ടിൽ DMKയും AIDMK രണ്ട് മുന്നണികളാണ് പ്രധാനമായിട്ടും ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ കൂടെ ജോസഫ് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയും ഇപ്രാവശ്യമുണ്ട്. അതല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രണ്ട് മുന്നണികളും BJP AIDMKയുടെ കൂടെയാണ്. വിജയ് സ്വതന്ത്രമായാണ് മത്സരിക്കുന്നത്. ഇങ്ങനെയാണ് തമിഴ്നാടിൻ്റെ ഒരു ചിത്രം എന്നുള്ളത്. DMKക്ക് തന്നെയാണ് മെജോറിറ്റി ലഭിക്കുക എന്നുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അതല്ലാത്തുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഏതായാലും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നടന്നു. ശ്രദ്ധേയമായ കാര്യങ്ങളല്ല, നേരത്തെ തന്നെ DMK മുന്നണിയിൽ SDPI ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇപ്പോൾ SDPIക്ക് ഒരു സീറ്റ് മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നു. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്കാണ് ഈ സീറ്റിൽ മത്സരിക്കുന്നത്. DMKയുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിതാന്ത ശത്രുക്കളെ പോലെ പ്രവർത്തിക്കുന്ന, പടിക്ക് പുറത്ത് നിർത്തണമെന്ന് SDPIയെ കുറിച്ച് അഭിപ്രായമുള്ള മുസ്ലിം ലീഗ്, CPM, CPI അല്ലെങ്കിൽ മറ്റുള്ള ഈ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ പിന്തുണ ഈ DMK സഖ്യത്തിലാണ്. അഥവാ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ SDPIയോടൊപ്പമുള്ള സഖ്യത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ CPM ഒക്കെ മത്സരിക്കുന്നത്, CPIയും CPIയും ഒക്കെ. ഇപ്പൊ കേരളത്തിൽ ഒരു നിലപാടും തമിഴ്നാട്ടിൽ ഒരു നിലപാടും അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ കേരളത്തിൽ SDPIയെ കുറിച്ച് നടത്തുന്ന വിമർശനങ്ങളും പ്രശ്നങ്ങളും എന്നുള്ളത് അത് വിഷയമാണ്. SDPIയെ ഒരു വർഗീയ പാർട്ടിയായിട്ടും തീവ്രവാദ പാർട്ടിയായിട്ടും പടിക്ക് മാറ്റി നിർത്തേണ്ട ആളുകളുമായിട്ടൊക്കെ പ്രചരണം നടത്തുന്നതിൽ മുൻപന്തിയിലുള്ള ആളുകൾ തമിഴ്നാട്ടിൽ ഒരു പ്രശ്നവുമില്ലാതെ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ബംഗാളിന്റെ കാര്യം കൂടി ഈ സമയത്ത് പറയണമെന്ന് തോന്നി. ബംഗാളിലും ഏകദേശം SDPIയും CPM-ഉം അതുപോലെ തന്നെ ഈ ISF എന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഒരു സഖ്യത്തോടു കൂടിയാണ് ഏകദേശം പ്രവർത്തിക്കാൻ ധാരണയായിട്ടുള്ളതെന്ന് തോന്നുന്നു. അതിന്റെ കൂടുതൽ വ്യക്തതകൾ വരേണ്ട കാര്യമാണ്. പക്ഷേ കേരളത്തിൽ SDPIയുടെ വോട്ട് ആർക്ക് കൊടുക്കുന്നു, SDPI പിന്തുണ ആര് നേടുന്നു, അങ്ങനെ പിന്തുണ കൊടുത്താൽ അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ, തമിഴ്നാട്ടിലെ SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ, തമിഴ്നാടിന്റെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളൊക്കെ അവിടെ ചെന്നിരുന്നു. SDPI ഓഫീസിൽ നേരിട്ട് ചെന്നുകൊണ്ട് SDPIയുടെ പിന്തുണ ഉറപ്പാക്കിയിരുന്നു. പരസ്പരം സ്വീകരിക്കുകയും ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം SDPIയുടെ ആളുകൾ CPI ഓഫീസിൽ പോവുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം DMK മുന്നണിയുള്ള സഖ്യകക്ഷികളാണ് ഇവരൊക്കെ DMKയുടെ സഖ്യകക്ഷികളാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ വളരെ വലിയ പ്രൊപഗണ്ടയും അല്ലെങ്കിൽ പ്രചരണങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് തമിഴ്നാട്ടിൽ ഒരു പ്രശ്നവുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് AIDMK BJP സഖ്യത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് DMKയുടെ നേതൃത്വത്തിലുള്ളത്. DMKയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൂട്ടാൻ കഴിയുന്ന മുഴുവൻ വിഭാഗങ്ങളെയും പരമാവധി ഒന്നിച്ചു കൂട്ടാനുള്ള ഒരു ശ്രമമാണ് സ്റ്റാലിൻ നടത്തിയത്. അത് ഏതാണ്ട് വിജയിച്ച മട്ടാണ്. തമിഴ്നാട്ടിൽ ഇപ്രാവശ്യവും DMK തന്നെ അധികാരത്തിൽ തുടരുമെന്നാണ് ഏകദേശം വ്യക്തമായ കാര്യം. ഈ SDPIയെ കൂടി കൂട്ടിച്ചേർത്തതോട് കൂട്ടിയിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒന്നുകൂടി ഉറപ്പുവരുത്തുകയാണ് യഥാർത്ഥത്തിൽ സ്റ്റാലിൻ ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഒരു സീറ്റിൽ SDPI മത്സരിക്കും, 2 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും, 5 സീറ്റുകളാണ് CPM-നും CPI-ക്കും ഒക്കെ ഉള്ളത്. കോൺഗ്രസിനും സമാനമായ കുറച്ച് സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി സീറ്റുകളിലൊക്കെ മറ്റേ DMK തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വളരെ വലിയ പ്രശ്നമായിട്ട് കാണുന്ന SDPI എന്നുള്ള സാധനത്തെ തമിഴ്നാട്ടിൽ സമ്പൂർണ്ണമായിട്ടും സഖ്യമായിട്ടും ഒന്നിച്ചുകൂടിയാണ് ചർച്ച കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദ ആരോപണങ്ങളൊക്കെ വെറും തട്ടിപ്പാണ്. അത്തരം ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. സമീപ ഭാവിയിൽ തന്നെ SDPIയെ കേരളത്തിലും അംഗീകരിക്കേണ്ട വരും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.